എന്നെ എന്തിനാണ് വിളിച്ചത്? നമ്മൾ രണ്ടുപേരും കൂടി ഒരു സ്ഥലം വരെ പോകാൻ പോവുകയാണ്. എവിടെയാണ്? എവിടെ പോകണമെന്ന് ചോദിച്ചാൽ ഒരു സ്വർണ്ണക്കടയ്ക്ക്. സ്വർണ്ണക്കടയ്ക്കോ? എന്താ എന്റെ കൂടെ വരുന്നതിന് വിരോധമുണ്ടോ? വിരോധമോ? സന്തോഷമേ ഉള്ളൂ. പിന്നൊരു കാര്യം, സ്വർണ്ണക്കടയ്ക്കാണ് പോകുന്നത്. അവിടെ ചെന്നിട്ട് അത് വേണം ഇത് വേണമെന്നും കയറി ചോദിച്ചേക്കരുത്. എന്റെ കൈ കാശൊന്നുമില്ല. ഐ എം എ പൂർ ഫെല്ലോ. എന്നെ അത്രയൊന്നും കളിയാക്കണ്ട. വരൂ. നമസ്കാരം സാർ. വരൂ വരൂ. സുഖം തന്നെയല്ലേ? അങ്ങനെ കഴിയുന്നു. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? വിശേഷിച്ചൊന്നുമില്ല. എന്റെ ജീവൻ രക്ഷിച്ച ആളിനെ ഒന്ന് കണ്ടേച്ചു പോകാമെന്ന് കരുതി, അത്രേ ഉള്ളൂ. എന്താണ് നോക്കുന്നത്? അല്ല, അന്ന് കത്തി എറിഞ്ഞത് എവിടെ നിന്നായിരുന്നു എന്ന് ഞാൻ നോക്കുകയാണ്. ആ സംഭവം ഇനിയും എന്നെ ഓർമ്മപ്പെടുത്തി വേദനിപ്പിക്കരുത്. അത് മറന്നു കളയണം. മിസ്റ്റർ വേണു, കൂടെയുള്ളത് ആരാണെന്ന് എനിക്ക് പരിചയപ്പെടുത്തി തന്നില്ലല്ലോ. ഐ ആം സോറി, ഞാൻ മറന്നുപോയി, ക്ഷമിക്കണം. ഇത് എന്റെ ഒരു കൂട്ടുകാരിയാണ്. പേര് വത്സല. കൂട്ടുകാരി എന്ന് പറഞ്ഞാൽ ഇനി അങ്ങോട്ടുള്ള ജീവിതം തന്നെ പങ്കിടാൻ പോകുന്ന കൂട്ടുകാരി അല്ലേ? അങ്ങനെയൊക്കെയാണ് ആഗ്രഹം. സന്തോഷമായി. നിങ്ങൾ അനുയോജ്യരാണ്. നിങ്ങളുടെ ആഗ്രഹം പോലെ നടക്കട്ടെ. എന്റെ മംഗളാശംസകൾ ഞാൻ ഇപ്പോഴേ നൽകുകയാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. ഞാൻ ഇരിക്കാൻ പറഞ്ഞില്ലല്ലോ, ക്ഷമിക്കണം. രണ്ടുപേരും ഇരുന്നാട്ടെ. ഇതാരുടെ ഫോട്ടോയാണ്? ആരുടെയാണെന്നൊന്നും എനിക്കറിയാൻ പാടില്ല. ചിലപ്പോഴൊക്കെ ഇവിടെ വന്ന് എന്നെ ദർശിച്ച് ഉപദേശം വാങ്ങി പോകാറുണ്ട്. അതിൽ കൂടുതലായിട്ടൊന്നും ഞാൻ ആരെക്കുറിച്ചും അന്വേഷിക്കാറില്ല. എന്താ, അയാളെ കണ്ടിട്ടുണ്ടോ? ഞാൻ എവിടെയോ വെച്ച് കണ്ടിട്ടുള്ളത് പോലെ തോന്നുന്നു. ഓ, സമയമായി. നമുക്ക് ഇറങ്ങാൻ പഠിച്ചല്ലേ? വന്നിട്ടൊന്നും കഴിച്ചില്ലല്ലോ. അതൊക്കെ ഇനിയൊരു അവസരത്തിലാകാം. ധൃതിയുണ്ട്. ഒരു കാര്യം ചോദിച്ചോളട്ടെ. എന്താണ്? ആശുപത്രിയിൽ വെച്ച് എന്നെ ശുശ്രൂഷിച്ചത് അമ്മയല്ലേ? അതെ. എനിക്ക് വേണ്ടി ഒരു ചെറിയ ഉപകാരം ചെയ്യണമെങ്കിൽ. എന്താണ്? ദയവ് ചെയ്ത് ഈ മാല ഒന്ന് അമ്മയ്ക്ക് കൊടുക്കണം. മാലയോ? അതെന്തിന്? എന്നെ ആശുപത്രിയിൽ വെച്ച് ശുശ്രൂഷിച്ചതിനുള്ള പാരിതോഷികമാണ്. ഇത് സ്വാമിജി എന്നെ കൊണ്ടുപോയി കൊടുത്തേക്കണം. ഞാനിത് വാങ്ങില്ല. ഇതിൽ വിഷമം ഒന്നും വിചാരിക്കാനില്ല. കുഞ്ഞിന്റെ അമ്മയില്ലായിരുന്നുവെങ്കിൽ ആശുപത്രിയിൽ വെച്ച് ഞാൻ മരിച്ചു പോകുമായിരുന്നു. അതുകൊണ്ട് സ്വാമിജി എന്നെ ആശുപത്രിയിൽ പോയി അമ്മയുടെ കയ്യിൽ കൊടുത്തേക്കണം. നിങ്ങൾ വാങ്ങിച്ചാലെന്താ? ഒരു സന്മനസ്സോടെ തരുന്നതല്ലേ? അതെ, അത് കൊടുക്കേണ്ട ആൾ തന്നെ കൊടുത്തേക്കട്ടെ. നിങ്ങൾ കൊണ്ടുപോയി കൊടുത്താലെന്താ? നിങ്ങളുടെ അമ്മയല്ലേ? എനിക്കൊരു സഹായം ചെയ്യുന്നു എന്നേ ഉള്ളൂ. ശരി, വലിയ ഉപകാരം. അപ്പൊ ഞങ്ങൾ ഇറങ്ങട്ടെ. അങ്ങനെ. ഇതൊരു അത്ഭുതമായിരിക്കുന്നല്ലോ സ്വാമിജി. CID ഇൻസ്പെക്ടർക്ക് ചില സമ്മാനം കൊടുക്കലുകളൊക്കെ നടക്കുന്നത് കണ്ടല്ലോ. നിനക്കത് മനസ്സിലാവില്ല. CID ഇൻസ്പെക്ടർക്കല്ല സമ്മാനം കൊടുക്കുക. അയാളുടെ കൂടെയുള്ള ആ പെണ്ണിനായിരിക്കും. അവളെ കണ്ട ആരും കൊടുത്തു പോവും. ഞാൻ സ്വാമിജിയെ കുറ്റപ്പെടുത്തുന്നില്ല. സ്വാമിജിയും മനുഷ്യനല്ലേ? കതിർ മണ്ഡപമൊരുക്കി